ഹലോ എവറിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഓരോ സിസ്റ്റത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് നമ്മൾ ഇൻ്റലിജൻറ്റ് ഏജൻസിനെ യൂസ് ചെയ്തിട്ടാണ് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് മൾട്ടി ഏജൻറ്റ് സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. ഈ മൾട്ടി ഏജൻറ്റുകൾക്ക് തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ബാർഗെയിൻ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ട്രസ്റ്റും റെപ്യൂട്ടേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ? ഏതൊക്കെ ടൈപ്പിലുണ്ട്? എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത്? എന്തൊക്കെ ചലഞ്ചസ് ഉണ്ട്? എന്തൊക്കെയാണ് എക്സാമ്പിൾസ്, ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ മൾട്ടി ഏജൻറ്റ് സിസ്റ്റം, അതായത് MAS, അതിനകത്താണ് ഇത്തരം ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. കാരണം ഒരു ഓട്ടോണമസ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഇൻ്റലിജൻറ്റ് ഏജൻറ്റുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കൊളാബറേഷന് വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ടും ട്രസ്റ്റും റെപ്യൂട്ടേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അൺസർട്ടൈൻ എൻവിറോൺമെൻറ്റ്സിനെയൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മാനേജ് ചെയ്യാനും ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു ബിലീഫാണ്. ഒരു ഏജൻറ്റിന് മറ്റൊരു ഏജൻറ്റിൻ്റെ എബിലിറ്റിയെക്കുറിച്ചുള്ള ബിലീഫ്, ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ആയിക്കോട്ടെ, റിലയബിലിറ്റി ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ ബേസിൽ ഈ ഏജൻറ്റ് ബെസ്റ്റാണ് എന്നുള്ളൊരു ബിലീഫ്, അത് ഞാൻ ട്രസ്റ്റ് എന്ന് പറയാം. ഇത് ആക്ച്വലി പേഴ്സണലൈസ്ഡ് ആണ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആണ്. നമുക്ക് നമ്മളുടെ ചില എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ, പേഴ്സണലൈസ്ഡ് ആയിട്ടാണല്ലോ നമുക്ക് പിന്നെ ആളെ ട്രസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഫോർ എക്സാമ്പിളായിട്ട്, ഐ ട്രസ്റ്റ് ഏജൻറ്റ് ബി ടു ഡെലിവർ എ സർവീസ് ഓൺ ടൈം ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഇൻറ്ററാക്ഷൻ. ഇപ്പോൾ ഞാൻ പാസ്റ്റിൽ ഒരു ഏജൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ, കറക്റ്റ് ടൈമിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർവീസ് ഡെലിവർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഏജൻറ്റ് ബിയെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി വരുന്നത് റെപ്യൂട്ടേഷനാണ്. റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അസസ്മെൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രശസ്തി എന്നൊക്കെ നമുക്ക് പറയാം. ഒരാളുടെ പെർഫോമൻസ് കണ്ടിട്ട്, ബിഹേവിയർ കണ്ടിട്ട്, ഇവിടെ ഒരാൾ എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻറ്റ് ഏജൻ്റാണ് കേട്ടോ, അവരുടെ ബിഹേവിയർ, അവർ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മറ്റുള്ള ഏജൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ ഫീഡ്ബാക്കായിട്ട്, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് അയാൾക്ക് ആ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ വരുന്നത്. ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഗ്ലോബലാണ്, ഒരിക്കലും പേഴ്സണലൈസ്ഡ് ആയിരിക്കില്ല. പക്ഷേ എക്സ്പീരിയൻസിൻ്റെയും ഫീഡ്ബാക്കിൻ്റെയൊക്കെ ബേസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അസസ്മെൻറ്റാണ് ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഏജൻറ്റ് ബി ഹാസ് ഹൈ റെപ്യൂട്ടേഷൻ സ്കോർ. അതായത് കുറേ ഏജൻറ്റുകൾ, ഇപ്പോൾ ഒരു 10 ഏജൻറ്റുകളുടെ റിവ്യൂവിൻ്റെ ബേസിലാണ് ഒരു ബി എന്ന് പറയുന്ന ഏജൻറ്റിന് എന്ത് കിട്ടുന്നത്? റെപ്യൂട്ടേഷൻ സ്കോർ എന്ന് പറഞ്ഞ സ്കോർ കിട്ടുന്നത്. അപ്പോൾ അത് കുറേ ആളുകളുടെ റിവ്യൂവിൻ്റെ ബേസിൽ ഗ്ലോബലായിട്ടൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ കൂടുതലും ട്രസ്റ്റിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എന്താണ്? സക്സസ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടി വേണം പെർഫോം ചെയ്യാൻ. ദെൻ വൈ ഇറ്റ് മാറ്റേഴ്സ് ഇൻ മൾട്ടി ഏജൻറ്റ് സിസ്റ്റം. എന്തുകൊണ്ടാണ് ഈ ട്രസ്റ്റും റെപ്യൂട്ടേഷനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? കാരണം ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റുകൾ ഉണ്ടായിരിക്കും. അവർക്ക് റിലയബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് കിട്ടിക്കഴിഞ്ഞാലേ ഗ്ലോബൽ മാക്സിമം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അവരുടെ ഗോൾ എന്താണോ അത് മാക്സിമം അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് റിലയബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ റിസ്ക് അവെയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ മെലീഷ്യസ് ബിഹേവിയറൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചീറ്റിങ്, ഡിസെപ്ഷന് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസുകൾ ഇതിലും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടി നല്ല ഒരു കൊളീഗ്സിന് അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കോപ്പറേഷനൊക്കെ മാക്സിമം എൻകറേജ് ചെയ്തുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളിന് പകരം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇനി മൾട്ടി ഏജൻറ്റ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് അപ്രോച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആണ്. അതായത് ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷനിലൂടെ
ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ട്രസ്റ്റ് എന്ന് പറയുക. അതിന് വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം, ബയേഷ്യൻ മോഡൽസ് അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് അപ്രോച്ചസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമുക്ക് ശക്തമായിട്ട്, അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് നടത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റിൻ്റെ ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യാം. പിന്നെ റെപ്യൂട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രസ്റ്റാണ്. അതായത് മൾട്ടി ഏജൻറ്റുകളെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷൻസും റേറ്റിംഗ് ഒക്കെ നോക്കിക്കൊണ്ട് നമുക്കൊരു ഏജൻറ്റിനെ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് അഗ്രിഗേഷൻ്റെ ബേസിൽ നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഹൈബ്രിഡ് മോഡൽസാണ്. അതിനകത്ത് പേഴ്സണൽ എക്സ്പീരിയൻസും തേർഡ് പാർട്ടി റെക്കമെൻഡേഷൻസും ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഏജൻറ്റിനെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക, പക്ഷേ പബ്ലിക് ഒപ്പീനിയൻ റെക്കമെൻഡേഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ വരുന്നത് കൊഗ്നിറ്റീവ് ട്രസ്റ്റ് മോഡൽസാണ്. അതായത് മെൻ്റൽ സ്റ്റേറ്റ് മോഡലിംഗ് എന്ന് പറയാം. അതായത് ഡിസയേഴ്സിൻ്റെയും ബിലീഫിൻ്റെയും ഇൻറ്റൻഷൻ്റെയും ഒക്കെ ബേസിൽ നമുക്കൊരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനെ ചൂസ് ചെയ്യാം. ഇത് ആക്ച്വലി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലെക്സ് ആണ്. ഹ്യൂമൻ ലൈക്ക് റീസണിങ് പോലെയാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും ടൈപ്പുകളാണ് പറയുക. ഏതൊക്കെ പറഞ്ഞേ, ഒന്ന് എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ട്രസ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞ റെപ്യൂട്ടേഷൻ ബേസ്ഡ് ട്രസ്റ്റ് പറഞ്ഞു, പിന്നെ ഹൈബ്രിഡ് മോഡൽ പറഞ്ഞു, പിന്നെ ഏതാ കൊഗ്നിറ്റീവ് ട്രസ്റ്റ് മോഡലും പറഞ്ഞു. ഇത്രയും ടൈപ്പുകളാണുള്ളത്. ഇനി ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫയർ ഫ്രെയിം വർക്കാണ്. ഇതിനകത്ത് 4 ട്രസ്റ്റ് റിസോഴ്സസ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ വിറ്റ്നസ് റെപ്യൂട്ടേഷൻ, റോൾ ബേസ്ഡ്, പിന്നെ സർട്ടിഫൈഡ് റെപ്യൂട്ടേഷൻ. ഇത് 4ഉം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഫയർ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. പിന്നെ BRS ഉണ്ട്, ബീറ്റ റെപ്യൂട്ടേഷൻ സിസ്റ്റം എന്ന് പറയും. ഇതിനകത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ട്രസ്റ്റ് നടത്താനും ഔട്ട്കംസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈഗൻ ട്രസ്റ്റ് ഉണ്ട്. ഇതൊരു ഗ്ലോബൽ ട്രസ്റ്റ് സ്കോറാണ്. നമ്മളിപ്പോൾ പേജ് റാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ മെലീഷ്യസ് നോട്ട്സൊക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ യൂസ് കേസസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കൊമേഴ്സ് ഏജൻറ്റ്സ് ആണ്. ഇപ്പോൾ സെല്ലർ ബേസ്ഡ് റേറ്റിങ്ങിൻ്റെ ബേസിലാണല്ലോ നമ്മൾ ഓരോ ഐറ്റംസും ചൂസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ കൊളാബറേറ്റീവ് റോബോട്ട്സ് ഉണ്ട്. അതായത് ടാസ്ക് എക്സിക്യൂഷൻ അവരെന്ത് ചെയ്യും, പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ ഏജൻസിനെ സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഇങ്ങനെയാണ്. പിന്നെ സെൻസർ നെറ്റ്വർക്ക് ഉണ്ട്. അതായത് സെൻസർ ഡാറ്റ റിലയബിലിറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ട്രസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ക്രൗഡ് സോഴ്സിംഗ് ഉണ്ട്. അതായത് വർക്കറിൻ്റെ ഓവർ ടൈമിൽ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ചാലഞ്ചസ് ഒരുപാടുണ്ട്. ഡിസെപ്ഷൻ ആൻഡ് സിബിൽ അറ്റാക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഫേക്ക് ഏജൻറ്റുകളും ഫാൾസ് ഫീഡ്ബാക്കൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ട്. പിന്നെ ഡൈനാമിക് എൻവിറോൺമെൻറ്റ്സ് ഉണ്ട്. അതായത് ഏജൻറ്റ് ബിഹേവിയറും കോണ്ടക്സ്റ്റൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന കേസുകളിൽ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. പിന്നെ ലാർജ് നെറ്റ്വർക്കിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഇഷ്യൂ ആവാറുണ്ട്. പിന്നെ ട്രസ്റ്റ് ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും പ്രൈവസി കൺസേൺസ് എന്നുള്ള ഒരു ഇഷ്യൂ വരാറുണ്ട്. ഫൈനലി നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പോൾ ഏജൻറ്റ് എക്ക് ഏജൻറ്റ് BA അല്ലെങ്കിൽ ഏജൻറ്റ് CA ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ ചൂസ് ചെയ്യണം, എന്നാലേ ടാസ്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പാസ്റ്റ് സക്സസ് റേറ്റ് വെച്ചിട്ട് B ഒരു 90%ഉം C ഒരു 60%ഉമാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ റെപ്യൂട്ടേഷൻ സ്കോർ നോക്കുമ്പോൾ, അതായത് മറ്റ് ഏജൻറ്റുകൾ റെക്കമെൻഡ് ചെയ്ത പ്രകാരം റെപ്യൂട്ടേഷൻ സ്കോർ നോക്കുമ്പോൾ B എന്തുള്ളൂ, 0.8 ഉള്ളൂ. C എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റെപ്യൂട്ടേഷൻ റേറ്റ് നോക്കുമ്പോൾ ഒരു പൊടിക്ക് C കൂടുതലാണ് എങ്കിലും സക്സസ് റേറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രസ്റ്റ് റേറ്റ് നോക്കുമ്പോൾ B വളരെ കൂടുതലാണ്, 90%ഉം മറ്റ് 60%ഉമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസിൻ്റെ ബേസിൽ എന്താ ഡിസൈഡ് ചെയ്യുക, BA ട്രസ്റ്റ് ചെയ്യാനേ കഴിയുള്ളൂ. കാരണം എന്താണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് വളരെ കൂടുതലാണ് B. C സ്ലൈറ്റ്ലി റെപ്യൂട്ടേഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ B ആണ് ഒരുപാട് മുന്നിൽ. അങ്ങനെയാണ് ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.